നമസ്കാരം. സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാർ പണിമുടക്കുന്നു. സേവനം നൽകുന്നത് അത്യാഹിത വിഭാഗങ്ങളിൽ മാത്രം. അടിസ്ഥാന ശമ്പളം 40,000 രൂപ ആക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം. SSLC +1 പരീക്ഷ നാളെ തുടങ്ങും. ജില്ലയിൽ 35,083 പേരാണ് SSLC പരീക്ഷ എഴുതുന്നത്. ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്ക് വെള്ളിയാഴ്ച തുടക്കമാകും. ഹയർ സെക്കൻഡറി പരീക്ഷയുടെ ചോദ്യപേപ്പറിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി കൈറ്റിന്റെ ക്യൂ-ട്രാക്ക് തയ്യാറായി. ചോദ്യക്കടലാസ് പാക്കറ്റ് തുറക്കുന്നത് മുതൽ മൂല്യനിർണ്ണയ ക്യാമ്പ് വരെയുള്ള കാര്യങ്ങളിൽ സുരക്ഷയും സുതാര്യതയും കൃത്യതയും ഉറപ്പുവരുത്തുന്നതിനാണ് നടപടി. OP ബഹിഷ്കരിച്ചുള്ള മെഡിക്കൽ കോളേജ് ആശുപത്രികളിലെ ഡോക്ടർമാരുടെ സമരം 17ാം ദിവസവും തുടരുന്നു. അടിയന്തര ശസ്ത്രക്രിയകൾ മാത്രമാണ് നടക്കുന്നത്. തൃശൂർ കണിമംഗലത്ത് സ്പാ നടത്തിപ്പുകാരിയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി മൊബൈൽ ഫോണുകളും പണവും സ്വർണവുമായി കടന്നുകളഞ്ഞ മുൻ ജീവനക്കാരി ഉൾപ്പെടെ 8-അംഗ സംഘത്തെ കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തു. സ്പായിലെ മുൻ ജീവനക്കാരി ഉൾപ്പെടെ കോയമ്പത്തൂർ, ബാംഗ്ലൂർ സ്വദേശികളായ 5 വനിതകളും 3 പുരുഷന്മാരുമാണ് പിടിയിലായത്. വെരിക്കോസ് വെയിൻ രോഗത്തിന് മരുന്നില്ലാത്ത ചികിത്സ തേടിയ ഗൃഹനാഥന് കാൽ നഷ്ടപ്പെട്ടു. കോണത്തുകുന്ന് സ്വദേശി കിഴക്കേ പാലക്കത്ത് വീട്ടിൽ രാമദാസിനാണ് കാൽ നഷ്ടപ്പെട്ടത്. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റുള്ള ചികിത്സാ കേന്ദ്രത്തിനെതിരെ പോലീസ് കേസെടുത്തു. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ 6ാം വിളക്കുദിനമായ നാളെ മുതൽ ഗുരുവായൂരപ്പൻ സ്വർണ്ണക്കോലത്തിൽ എഴുന്നള്ളും. ഉച്ചയ്ക്ക് ശേഷം 3:30 നടക്കുന്ന കാഴ്ചശീവേലിക്ക് സ്വർണ്ണക്കോലം ആനപ്പുറത്ത് എഴുന്നള്ളിക്കും. ഗുരുവായൂരപ്പന് മുന്നിൽ ഭക്തിഗാന മാധുര്യവുമായി മലയാളത്തിന്റെ വാനമ്പാടി KS ചിത്ര. ഗണപതി സ്തുതിയോടെ തുടങ്ങിയ ഗാനസന്ധിയിൽ KS ചിത്ര കൂടുതലും പാടിയത് കൃഷ്ണഭക്തി ഗാനങ്ങളാണ്. തൃശൂർ തഹസീൽദാർക്കും അരണാട്ടുകര വില്ലേജ് ഓഫീസർക്കുമെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ച് എൽത്തുരുത്ത് സെന്റ് മേരീസ് ഇടവക. പ്രതിഷേധ സമരം പാസ്റ്റൽ കൗൺസിൽ സെക്രട്ടറി ജോഷി വടക്കൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ വെസ്റ്റ് ഫോർട്ട് ആശുപത്രിയുടെ 3ാം നിലയിലെ സൺഷെയ്ഡിൽ കുടുങ്ങിയ ആളെ രക്ഷപ്പെടുത്തി. സൈക്കാട്രി വിഭാഗത്തിൽ ചികിത്സയിലായിരുന്ന വ്യക്തിയാണ് ആശുപത്രി ജീവനക്കാരുടെ കണ്ണുവെട്ടിച്ച് 3ാം നിലയിലെ സൺഷെയ്ഡിൽ ഇറങ്ങിയത്. മർദ്ദനമേറ്റതിനെ തുടർന്ന് ചികിത്സയിലുള്ള കോലഴി പഞ്ചായത്ത് പ്രസിഡന്റ് NA സാബുവിനെ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് CV കുര്യാക്കോസ് സന്ദർശിച്ചു. വൈസ് പ്രസിഡന്റ് തോമസ് ആന്റണി, കേരള യൂത്ത് ഫ്രണ്ട് ജില്ലാ പ്രസിഡന്റ് ജോബി ആലപ്പാട്ട് തുടങ്ങിയവരും ഒപ്പമുണ്ടായിരുന്നു. തൃശൂർ കോർപ്പറേഷന്റെ ടോക്ക് ടു മേയർ അദാലത്ത് ടൗൺ ഹാളിൽ നടന്നു. മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ അദാലത്ത് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ അഞ്ചേരി സെന്റ് മേരീസ് പള്ളിക്ക് പട്ടയം കൈമാറി. പള്ളി അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ റവന്യൂ മന്ത്രി K രാജൻ ഫാദർ പ്രകാശ് പുത്തൂരിന് പട്ടയം കൈമാറി. കണ്ടാണശ്ശേരി പഞ്ചായത്തിൽ 35 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളുമായി ബജറ്റ് അവതരിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CK സുദീപ് ബജറ്റ് അവതരിപ്പിച്ചു. പഴയന്നൂർ പഞ്ചായത്ത് ബജറ്റ് വൈസ് പ്രസിഡന്റ് CC സുരേഷ് അവതരിപ്പിച്ചു. കാർഷികം, ആരോഗ്യം, പശ്ചാത്തല വികസനം എന്നീ മേഖലകൾക്ക് പ്രാധാന്യം നൽകുന്നതാണ് ബജറ്റ്. ആറാട്ടുപുഴ പൂരത്തിന്റെ പങ്കാളിയായ ചേർപ്പ് ഭഗവതി ക്ഷേത്രത്തിൽ കൊടിമരം നാട്ടി. കൊടിമരം നാട്ടിയതോടുകൂടി ദേവപൂരത്തിന് തുടക്കമായി. ജലസംരക്ഷണം, കുടിവെള്ളം, പാർപ്പിടം എന്നീ പദ്ധതികൾക്ക് മുൻഗണന നൽകി മാള പഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു. ബജറ്റ് അവതരണ യോഗത്തിൽ പ്രസിഡന്റ് PK രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കുന്നംകുളം ഗുരുവായൂർ റോഡിൽ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു. ഇതേ തുടർന്ന് ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. കുന്നംകുളം താലൂക്ക് ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനം മന്ത്രി K രാജൻ നിർവഹിച്ചു. AC മൊയ്തീൻ MLA അധ്യക്ഷത വഹിച്ചു. കെട്ടിട നിർമ്മാണ സാമഗ്രികളുടെ ഗുണനിലവാര പരിശോധനാ കേന്ദ്രം തൃശൂർ കാരിക്കത്ത് ലൈനിൽ പ്രവർത്തനം ആരംഭിച്ചു. ഡെപ്യൂട്ടി മേയർ A പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ പബ്ലിക് ലൈബ്രറി ജീവനക്കാർ തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ പണിമുടക്കും. ജീവനക്കാരുടെ അവകാശങ്ങളോട് മാനേജ്മെന്റ് മുഖം തിരിക്കുന്നുവെന്നാരോപിച്ചാണ് സമരം. സെക്യുലർ ജീവിതം നയിക്കുന്നവരുടെ കുടുംബസംഗമം ശനിയാഴ്ച സാഹിത്യ അക്കാദമിയിൽ നടക്കും. കവി കുരീപ്പുഴ ശ്രീകുമാർ ഉദ്ഘാടനം നിർവഹിക്കും. SPC പ്രോജക്ടിന്റെ ഭാഗമായി മുകുന്ദപുരം താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയുടെ സഹകരണത്തോടെ ചെമ്പൂച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ജൂനിയർ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ ഇരിങ്ങാലക്കുട കോടതി സമുച്ചയം സന്ദർശിച്ചു. സബ് ജഡ്ജ് ലക്ഷ്മി K തമ്പിയുമായി കുട്ടികൾ സംവദിച്ചു. ഗുരുവായൂർ നഗരസഭയിൽ ഗർഭാശയകള ക്യാൻസറിനെതിരെ പ്രതിരോധ കുത്തിവയ്പ് ക്യാമ്പയിന് തുടക്കമായി. നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ ശ്രീഗുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ഭരണി മഹോത്സവത്തിന് എത്തിച്ചേരുന്ന ഭക്തർക്ക് വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കാൻ വിവിധ വകുപ്പുകളുടെ യോഗം തീരുമാനിച്ചു.
കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ചെമ്പൂച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ കെട്ടിടം കെ രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ജോസ് അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത നരവംശ ശാസ്ത്രജ്ഞനും പാവറട്ടി സെന്റ് ജോസഫ് വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായിരുന്ന ഡോക്ടർ A. അയ്യപ്പന്റെ തെരഞ്ഞെടുത്ത രചനകൾ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ പുസ്തകം അധ്യാപകനായ റാഫി നീലങ്കാവിൽ വിദ്യാലയത്തിന് സമർപ്പിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് ആലപ്പാട്ട് പുസ്തകം ഏറ്റുവാങ്ങി. CPM പാലുവായ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യുദ്ധവിരുദ്ധ കൂട്ടായ്മ നടത്തി. മണലൂർ ഏരിയ കമ്മിറ്റി അംഗം PG സുബീദാസ് ഉദ്ഘാടനം ചെയ്തു. കൃഷിക്കും റോഡ് വികസനത്തിനും മുൻഗണന നൽകി തോളൂർ പഞ്ചായത്ത് വാർഷിക ബജറ്റ് വൈസ് പ്രസിഡന്റ് ലിൻസൺ യു പുത്തൂർ അവതരിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. പറപ്പൂക്കര പുതുക്കാട് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കുറുമാലിപ്പുഴയിലെ പന്തല്ലൂർ കുണ്ടുകടവ് റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മാണത്തിൽ ഗുരുതരമായ വീഴ്ചകളുണ്ടെന്നാരോപിച്ച് BJP പ്രവർത്തകർ പന്തല്ലൂരിൽ ധർണ സംഘടിപ്പിച്ചു. BJP പറപ്പൂക്കര പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന ധർണ കർഷക മോർച്ച ജില്ലാ പ്രസിഡന്റ് AG രാജേഷ് ഉദ്ഘാടനം ചെയ്തു. കയ്പമംഗലം പഞ്ചായത്ത് ശുചിത്വ പഠനോത്സവം സംഘടിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് KK സക്കരിയ അധ്യക്ഷത വഹിച്ചു. ചേർപ്പ് പടിഞ്ഞാട്ടുമുറിയിലെ ഗവൺമെന്റ് ജൂനിയർ ബേസിക് സ്കൂളിൽ വാട്ടർ കിയോസ്ക് സ്ഥാപിച്ചതിന്റെ ഉദ്ഘാടനം CC മുകുന്ദൻ MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ് അധ്യക്ഷത വഹിച്ചു. പൊഞ്ഞനം ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവത്തോടനുബന്ധിച്ച് ഉത്രം വിളക്ക് ആഘോഷിച്ചു. വിവിധ അനുഷ്ഠാന കലാരൂപങ്ങൾ അരങ്ങേറി. ഇവന്റ് വർക്കേഴ്സ് യൂണിയൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാതല മെമ്പർഷിപ്പ് വിതരണ ക്യാമ്പയിന് തുടക്കമായി. മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ജില്ലാതല ഉദ്ഘാടനം CITU സംസ്ഥാന കമ്മിറ്റി അംഗം MR രാജൻ നിർവഹിച്ചു. ഞമനേങ്ങാട് തിയേറ്റർ വില്ലേജിന്റെ പുതിയ നാടകമായ ഒറ്റക്കാളയുടെ ടൈറ്റിൽ പ്രകാശനം ചലച്ചിത്ര നടൻ ഇർഷാദ് നിർവഹിച്ചു. ലോക നാടക ദിനമായ മാർച്ച് 27 ആദ്യ അവതരണം നടക്കും. ചാലക്കുടി നഗരസഭ സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് കലാഭവൻ മണി അനുസ്മരണ ട്രസ്റ്റ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ മാർച്ച് 6 കലാഭവൻ മണി അനുസ്മരണം സംഘടിപ്പിക്കും. അനുസ്മരണ സമ്മേളനം സംവിധായകൻ ലാൽ ജോസ് ഉദ്ഘാടനം ചെയ്യും. പ്രശ്നപരിഹാരത്തിനായി സമീപിച്ച പൂജാരിയുടെ വീട്ടിൽ നിന്ന് 12 പവനോളം ആഭരണങ്ങൾ മോഷ്ടിച്ച കേസിൽ യുവതിയെ കൊടകര പോലീസ് അറസ്റ്റ് ചെയ്തു. കൊടകര പറക്കാട്ടുകര സ്വദേശിനി മണ്ണാമ്പറമ്പിൽ വീട്ടിൽ സൂര്യയെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതോടെ സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.